ഇന്നൊരു നല്ല കാഴ്ചയ്ക്ക് കൂടി വയനാട് സാക്ഷ്യം വഹിച്ചു. ഒരു അതിസാഹസിക രക്ഷാപ്രവർത്തനത്തിന് സൂചിപ്പാറ സാക്ഷ്യം വഹിച്ചു. നിലമ്പൂരിൽ നിന്ന് മൃതദേഹം തിരഞ്ഞെത്തിയ 3 യുവാക്കൾ ചെങ്കുത്തായ പാറയിൽ പെട്ടുപോയി. 2 പേരെ ഹെലികോപ്റ്റർ മാർഗവും ഒരാളെ കാട്ടുവഴിയിലൂടെയും രക്ഷിച്ച് എത്തിക്കാൻ കഴിഞ്ഞു. സുജിത്ത് അയ്യപ്പത്ത് ചെയ്യുന്നുണ്ട് അതിൻ്റെ വിവരങ്ങളുമായി. സുജിത്ത്, ഇന്ന് അതിസാഹസികമായ രീതിയിലാണ് ഈ 3 പേരെയും രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത്. അത് എങ്ങനെയാണ് അവർ അവിടെ പെട്ടത് എന്ന കാര്യത്തിൽ കൃത്യമായ വിവരങ്ങൾ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അത് അതീവ ദുഷ്കരമായൊരു ദൗത്യമായിരുന്നു എന്ന് പിന്നീട് അതിൽ പങ്കെടുത്ത ആൾക്കാർ തന്നെ പറഞ്ഞു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് സൂചിപ്പാറയിൽ? ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഞാൻ ഈ ചൂരൽമല എന്ന് പറയുന്ന പ്രദേശത്ത് നേരെ സൂചിപ്പാറയിലേക്ക് എത്തുന്നത്. സൂചിപ്പാറയിലേക്ക് എത്തുമ്പോൾ അവിടെ ഒരു രക്ഷാപ്രവർത്തനത്തിനുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കി ആളുകൾ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയ്ക്കാണ് സാക്ഷ്യം വഹിച്ചത്. സൂചിപ്പാറ വെള്ളച്ചാട്ടം കുതിച്ചൊഴുകുന്ന നിലയാണ് ഉള്ളത്. പ്രത്യേകിച്ച് ഈ ചൂരൽമല എന്ന് പറയുന്ന ഈ പുഴ ഉരുൾപൊട്ടി അടർന്ന് നേരെ താഴേക്ക് പതിക്കുന്നത് നേരെ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിലേക്കാണ്. അതിന് താഴെയാണ് ആ ഒരു രക്ഷാപ്രവർത്തനം, സാഹസിക രക്ഷാപ്രവർത്തനത്തിനുള്ള ഇടമായി മാറിയത്. കള്ളാടിപ്പുഴ ഈ ഒഴുകുന്ന സ്ഥലം എന്ന് പറയുന്നത് 900 കണ്ടിക്ക് താഴെ കൂടെ കള്ളാടിപ്പുഴ തെളിഞ്ഞ് ഒഴുകുന്നുണ്ട്. ആ പുഴയും ഈ കലങ്ങി ഒഴുകുന്ന ചൂരൽമല പുഴയും ചേരുന്ന അവിടെ നിന്ന് ചാലിയാറാകുന്ന ആ ഒരു ഭാഗത്ത് പാറകളിൽ 3 യുവാക്കൾ അകപ്പെട്ട ഒരു അനുഭവമാണ് ഉണ്ടായത്. ആ 3 യുവാക്കളെ രക്ഷപ്പെടുത്തുക എന്നുള്ള ദൗത്യത്തിൻ്റെ ഭാഗമായാണ് ഇവിടെ നിന്ന് സംഘമായി ആളുകൾ താഴേക്ക് തിരിച്ചത്. പോലീസും അതോടൊപ്പം തന്നെ മറ്റ് രക്ഷാപ്രവർത്തകരും ഫയർഫോഴ്സും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ളവരുടെ സംഘമാണ് താഴേക്ക് എത്തിയത്. താഴേക്ക് ആംബുലൻസ് ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ളവർ അവിടെ സജ്ജമായിരുന്നു. അവരുൾപ്പെടെയുള്ളവരും ഈ താഴേക്ക് പോയിരുന്നു. അങ്ങനെ പോയ ഘട്ടത്തിൽ, താഴേക്ക് എത്തിയ ആ ഒരു ഘട്ടത്തിൽ 3 യുവാക്കളെ അവിടെ കണ്ടു. അവരെ അതിൽ ഒരാളെ പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു. മറ്റ് 2 യുവാക്കൾക്കായി ഹെലികോപ്റ്റർ ആദ്യം വന്ന് ഒന്ന് പരിശോധന നടത്തി. അതിനുശേഷം മടങ്ങി വീണ്ടും ഹെലികോപ്റ്റർ എത്തി ഒരു തൊട്ടിൽ പോലെ ഒരു വസ്തു ഉപയോഗിച്ചുകൊണ്ട് 2 പേരെയും എയർലിഫ്റ്റ് ചെയ്തു. ആ 3 യുവാക്കൾ എന്ന് പറയുന്നത് ഒരാൾ, എല്ലാവരും മലപ്പുറം സ്വദേശികളാണ്. ഒരാൾ മൊഹസിൻ എന്നയാൾ കൊണ്ടോട്ടി സ്വദേശിയാണ്. നിലമ്പൂർ സ്വദേശികളായ റഹീസും സലീമുമാണ് മറ്റ് 2 പേർ. ഇവരെല്ലാവരും 3 പേരും രക്ഷാപ്രവർത്തകരാണ്. ഏതാനും മൃതദേഹങ്ങൾ ഈ ചാലിയാറിൻ്റെ കരകളിൽ നിന്നെല്ലാം തന്നെ കണ്ടെടുത്തത് ഇവരുടെ ഈ സംഘത്തിൻ്റെ നേതൃത്വത്തിലാണ്. ഇവർ ഈ ഭാഗത്ത്, അതായത് മേൾഭാഗത്ത്, ഈ മുണ്ടേരി എന്ന് പറയുന്ന നിലമ്പൂരിൽ പോത്തുകൽ പഞ്ചായത്തിൽ പ്രദേശമുണ്ട്. ആ പ്രദേശത്തിൻ്റെ മുകളിലേക്ക് കയറി ഇങ്ങനെ നടന്ന് ഈ പുഴയുടെ ഓരം പറ്റി നടന്ന് ഇവിടേക്ക് എത്തുകയായിരുന്നു. അവിടേക്ക് എത്തിയ ഘട്ടത്തിൽ അവർക്ക് അവരുടെ ദിശ തെറ്റിയതിനെ തുടർന്ന് അവർ അവിടെ അകപ്പെടുന്ന ഒരവസ്ഥയുണ്ടായി. ഒരു കൂറ്റൻപാറയായിരുന്നു, ചെങ്കുത്തായ പ്രദേശമാണ്. അങ്ങനെയെല്ലാം തന്നെ വലിയ സാഹസികത നിറഞ്ഞ ഒരു രക്ഷാപ്രവർത്തനത്തിനാണ് ഇന്ന് ഞാൻ സാക്ഷിയായത്. ഹെലികോപ്റ്റർ ആദ്യഘട്ടത്തിൽ വരികയും പിന്നീട് അവരെ 2 പേരെ എയർലിഫ്റ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ എല്ലാവരും ചേർന്നുള്ള ഇടപെടൽ ആയിരുന്നു അവിടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ച് കലങ്ങി മറിഞ്ഞ് ഒഴുകുകയാണ് ഈ സൂചിപ്പാറ എന്ന് പറയുന്ന വെള്ളച്ചാട്ടം. അത് അതിഭീകരമായ കാതടപ്പിക്കുന്ന ശബ്ദത്തോടെ താഴേക്ക് ചാടുകയാണ്. ഇതിലെല്ലാം തന്നെ, അതായത് ഇവിടെ നിന്നും കടന്നു പോകുന്ന ഈ ചൂരൽമല പുഴ എന്ന് പറയുന്നത് നേരെ പോയി ചാടുന്നത് ഈ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിലേക്കാണ്. ആ വെള്ളച്ചാട്ടത്തിലെ കുത്തൊഴുക്കിൽ ഒരുപക്ഷെ മൃതദേഹങ്ങൾ ഛിന്നഭിന്നമായിരിക്കാം എന്നുള്ളതാണ്. ഇവിടെ നിന്ന് ഒഴുകുന്ന മൃതദേഹങ്ങൾ ഛിന്നഭിന്നമായിരിക്കാം. നിരവധി വാഹനങ്ങൾ അവിടെ ഈ പുഴത്തടത്തിലെല്ലാം തന്നെ കിടക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഒഴുകിപ്പോയതാണ്. അതിശക്തമായ ഉരുൾപൊട്ടലിൻ്റെ ഒഴുക്കിൽപ്പെട്ട് താഴേക്ക് പതിച്ചിട്ടുള്ളതാണ്. മൃതദേഹങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നും കിട്ടുന്നുണ്ട്. അത് അവിടെ വിട്ടാൽ നേരെ ചാലിയാറാണ്. ചാലിയാർ അത് മുണ്ടേരി വഴിയിലൂടെ നേരെ ഈ ചാലിയാർ പോത്തുകൽ പഞ്ചായത്തിലേക്ക് പ്രവേശിക്കും, നിലമ്പൂരിൻ്റെ ഭാഗത്തേക്ക് പ്രവേശിക്കും. അങ്ങനെ ഫറോക്ക് വരെ നീളുന്ന ആ ചാലിയാറിൻ്റെ കൈവഴികൾ ഇപ്പോൾ മരണത്തിൻ്റെ നദിയായി ചാലിയാർ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിനിടയിലാണ് ഇങ്ങനെ ഒരു രക്ഷാപ്രവർത്തനത്തിന് ഇന്ന് സാക്ഷ്യം വഹിച്ചത്. 3 യുവാക്കളെയും, സലീമിനെയും മൊഹസിനെയും ഒപ്പം തന്നെ റഹീസിനെയും സുഗമമായി ഇവിടേക്ക് എത്തിച്ചു. റഹീസിനെ കൊണ്ടുവരുന്നതിനാണ് നമുക്ക് പ്രധാനമായും സാക്ഷികളാവാൻ കഴിഞ്ഞിട്ടുള്ളത്. റഹീസിനെ നേരെ ഈ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലേക്ക് പതുക്കെ നടത്തി കൊണ്ടുവരികയാണ് ഉണ്ടായത്. ആർക്കും ആരോഗ്യ പ്രശ്നങ്ങളില്ല. എയർലിഫ്റ്റ് ചെയ്ത് 2 പേരെയും നേരെ എത്തിച്ചത് ഈ ചൂരൽമല പ്രദേശത്താണ്. ചൂരൽമല ഇവിടെ ഇറക്കി അതിനുശേഷം നേരെ കൊണ്ടുപോയത് മേപ്പാടി വിംസ് ഹോസ്പിറ്റലിലേക്കാണ്. 3 പേരും നില അപകടകരമായ അവസ്ഥയൊന്നുമല്ല. എല്ലാവരും സുരക്ഷിതരാണ്.